ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇയറിങ്സ് മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലത്തെ 2 ഹൂക്ക് എടുത്തിട്ടുണ്ട്. കമ്മലിൻ്റെ ഹൂക്കാണ് കേട്ടോ. അപ്പോൾ ഗോൾഡ് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എന്താ ഇതേപോലത്തെ 0.4 ടിയാര വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐപ്പിന്നും പിന്നെ എന്താ ഹെഡ് പിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. 2 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2 കമ്മൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ രണ്ടെണ്ണം വീതം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്, റെഡ് കളർ ബീഡ്സും പിന്നെ ഈ വൈറ്റ് കളർ ബീഡ്സും. പിന്നെ ഈ 2 ടൂളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഗിയർ വെയർ എടുത്തതിന് ശേഷം ഒരുപാടൊന്നും വേണ്ട, കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതായത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അതിന് ശേഷം അതിങ്ങനെ 0.4 ആയതുകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ മടങ്ങി വരും കേട്ടോ, നമ്മൾ പിടിക്കുന്നത് പോലെ. അതിന് ശേഷം ഐപ്പിന്നെ എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഹൂക്ക് കൊടുത്തിരിക്കുന്നില്ലേ അവിടെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വച്ചതിന് ശേഷം ഒരു വശത്ത് ഇതേപോലെ ഒന്ന് ചുറ്റി ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ഉണ്ടോ, ഇതേപോലെ ഒന്ന് ചുറ്റി എടുക്കണം. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഒരു റെഡ് കളർ ബീഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ പിന്നിനകത്തൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വൈറ്റ് കളർ ബീഡ് 3 എണ്ണം ഈ സൈഡ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഒന്ന് കോർത്തെടുക്കണം കേട്ടോ. 3 എണ്ണം ഇതേപോലെ ഞാൻ കോർത്തെടുക്കുകയാണ്. ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വളച്ചു കൊടുത്ത് ആ കമ്പിയിൽ തന്നെ ഒന്ന് നമ്മൾ നേരത്തെ ഫസ്റ്റ് കെട്ട് പോലെ ഇട്ടില്ലേ, ഒന്ന് ചുരുട്ടി കൊടുത്തില്ല, അതേപോലെ ഒന്ന് 2-3 ചുറ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോഴേക്കും അതവിടെ ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബീഡ്സിനെ ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്തിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്, നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ 3 ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ടോട്ടൽ 6 ബീഡാണ് നമുക്ക് വൈറ്റ് കളറിൽ ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ 6 ബീഡും ഇതിൽ 3 ബീഡ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ അതേപോലെ തന്നെ കമ്പിയിൽ വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ചുറ്റിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്തിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ 2 വശവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുമ്പോഴേക്കും അതവിടെ സെറ്റായിരുന്നോളും. പിന്നീട് നമുക്കൊരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വളച്ചു കൊടുത്ത് തിരിച്ചിങ്ങ് എടുക്കണം. അപ്പോഴേക്കും അവിടെ ഒരു ലൂപ്പ് പോലെ ആവും കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറിയൊരു ലൂപ്പ് പോലെ ആക്കി എടുക്കണം. അതിന് ശേഷം എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇത് ഹെഡ് പിൻ എടുത്തിട്ട് അതിൽ ഈ ബീഡ് ഇട്ട് കൊടുക്കാം. എൻഡ് ബീഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എൻഡ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലും ഒരു ലൂപ്പ് പോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 എണ്ണമാണ് ആവശ്യം വരുന്നത്. 2 ബീഡ് നമുക്ക് വേണം ചെയിനിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ ലൂപ്പ് ചെയ്യാൻ അറിയാമല്ലോ, 2 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ എടുക്കാം. ചെയിൻ ഇത്രയും മതി. അപ്പോൾ 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചെയിൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും അത് റെഡിയായി കിട്ടും കേട്ടോ. എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്ത് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കമ്മൽ റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ അടുത്തതും കൂടെ ഓപ്പൺ ചെയ്ത് അതിനുള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ നമുക്ക് കമ്മലിൻ്റെ ബൈസ് അങ്ങ് എടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് ഓപ്പൺ ചെയ്തിട്ട്
പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനുള്ളിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയിൻ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലും ഒന്ന് താഴെയും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ ഒറ്റ ചെയിൻ മതിയെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബീഡ് വെച്ചാൽ മതി. ഇല്ല രണ്ട് വശം ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വയ്ക്കാം. പിന്നെ ചെയിൻ്റെ നീളം ഇത്രയും വേണ്ടെങ്കിൽ അതും നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജോഡി വേണമല്ലോ. അപ്പം എന്താ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തോന്നിയാട്ടോണ്ടോന്നല്ല കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വളരെ സിമ്പിൾ. ഇത് ബീഡ്സ് വൈറ്റ് ബീഡ്സിനൊക്കെ പകരം വേറെ നമുക്ക് കളർ ബീഡ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഡ്രസ്സിന് മാച്ചിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമ്മൽ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രേസ്ലെറ്റ് ചെയ്യാം. ബ്രേസ്ലെറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതേപോലത്തെ ഒരു ചെയിൻ എടുത്തിരിക്കുകയാണ് കേട്ടോ, ഗോൾഡ് കളറ്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബീഡ്സ് ആണ് കേട്ടോ. ബീഡ്സ് ക്രാക്ക്ഡ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. കളറായിട്ടുള്ള ക്രാക്ക്ഡ് ബീഡ്സ്. മറ്റേ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുന്ന വെയിറ്റുള്ള ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഹെഡ് പിന്നാണ്. ഹെഡ് പിന്ന് ഞാൻ ഗോൾഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സിൽവറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവർ തന്നെ ഗോൾഡ് ഹെഡ് പിൻ എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീഡ് ക്യാപ്പാണ് കേട്ടോ. ബീഡ് ക്യാപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡാണ്. ഇപ്പോൾ സിൽവർ ആണെങ്കിൽ നമുക്ക് സിൽവറിൻ്റെ ബീഡ് ക്യാപ്പ് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് നമുക്ക് ആവശ്യമുള്ള ടൂളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും വളയ്ക്കാനും വേണ്ടിയിട്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഹെഡ് പിൻ എടുത്തിട്ട് അതിലൊരു ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തങ്ങ് മാറ്റാം. അപ്പോൾ ഇത്രയും നീളം നമുക്ക് വേണ്ടല്ലോ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യണത് പോലെ ഒരു ലൂപ്പ് പോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരു ഇതുപോലെ നമുക്കൊരു ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഡ്സ് ഫുള്ള് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു 8 ബീഡ്സ് നമുക്ക് വേണം കേട്ടോ. പിന്നെ ബീഡ്സിന് എണ്ണം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അത്രയും ഇതേപോലെ ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഈ ബ്രേസ്ലെറ്റിൻ്റെ ഈ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോ കണ്ണിയിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം അടുക്കി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇടവിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഒരു 2-3 കണ്ണി വിട്ടതിന് ശേഷമാണ് അടുത്തത് ഇടുന്നത് കേട്ടോ. അങ്ങനെ എന്നാലും ബീഡ്സ് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ബ്രേസ്ലെറ്റ് ബീഡ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്ത് ലോക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഇനിയും ചെയ്യണമെന്നുള്ളൊരു ഇത് നമുക്ക് വരുന്നത്. അപ്പം എന്താ ഇനി നമുക്ക് ഫുള്ളത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെയിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മാല പോലെയൊക്കെ യൂസ് ചെയ്യാം, നെക്ലൈസ് പോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ബ്രേസ്ലെറ്റിൻ്റെ ഇത് ലാസ്റ്റ് വന്നിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് അതിൻ്റെ എൻഡിൽ ഹാങ്ങിങ്ങിന് വേണ്ടി കൊടുക്കാം കേട്ടോ. അതായത് ഇതേപോലെ ഒന്ന് ഹാങ്ങിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പിന്നെ കൊളുത്തിട്ട് കൊടുക്കാം. ഫിഷ് ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഗോൾഡാണ്. അതിലൊരു ജംപിങ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി കിട്ടും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എവിടെയാണോ ടൈറ്റ് ചെയ്ത് കൊളുത്താനുള്ളത്, നമ്മുടെ കയ്യിലെ അളവ് എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്.
അത് ഞാൻ ഹാങ് ചെയ്ത് കാണിച്ചു തരാം, കൊളുത്തി കാണിച്ചു തരാം. ഇതാ ഇവിടെയോ നമുക്ക് എങ്ങനെയാണോ കയ്യിലെ അളവ് വരുന്നത് അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ലുക്കും ഉണ്ട് കേട്ടോ. കാരണം കുറച്ച് ബീഡ്സ് കുറച്ച് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഭംഗി ഈ ബ്രേസ്ലെറ്റിനുണ്ട്. ഞാനപ്പോൾ കയ്യിലിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കയ്യിലിടുമ്പോഴേക്കും അത് ബ്രേസ്ലെറ്റിൻ്റെ ആ ബീഡ്സ് ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ 2 ഐറ്റമാണ് ഇന്ന് റെഡിയാക്കിയത്. കമ്മലും ബ്രേസ്ലെറ്റും രണ്ടും നല്ല ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആണോ കമ്മലാണോ ഈസി ആയിട്ട് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.